അങ്ങനെ നമ്മുടെ വീടിൻ്റെ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മുടെ ഹോം ടൂറാണ്. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെയാണ് അത് ഫിറ്റ് ചെയ്യണത്. ഫിറ്റ് ചെയ്യാനുള്ള ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ പേര് നമുക്ക് വീട് മാറ്റാൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് വരുമ്പോഴത്തെ വഴിയാണത്. ഇപ്പോൾ നേരെ കാണാനാണ് മെയിൻ റോഡ്. മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ടാറിട്ട വഴി, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താവുന്ന ഒരു വഴിയാണത്. അതിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. കുറച്ച് ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുന്നത്. ഒരു ഇത് എല്ലാവർക്കൊക്കെ വന്നവർക്കൊക്കെ ഇഷ്ടമായിട്ടുള്ളൊരു വീടാണ്. ഒരു ചെറിയ വീടാണ്, അത്ര വലിയ വീടെന്നൊന്നും പറയാനൊന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടേജൊക്കെ ഇത്ര ഉണ്ടെന്നുള്ള വിവരം ഇങ്ങനെ പണി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പഴയ വീടായിരിക്കുമ്പോൾ ഇത്ര ഉണ്ടെന്നുള്ളത് അറിയണ്ടായിരുന്നില്ല ആൾക്കാർക്ക് വരുന്നവർക്കൊക്കെ ഭയങ്കര അതിശയമാണ്. ഇത്രയും നീളത്തിൽ ഫ്രണ്ടേജ് ഉണ്ടോ, ഈ സ്പേസ് ഇത്ര ഉണ്ടോ എന്നുള്ള കാര്യത്തിലേക്കും അതൊക്കെയും വളരെ ഭംഗിയായിട്ടുണ്ട്. കുറച്ചുകൂടി വീട് പുറകിലേക്ക് ഇറക്കാമെന്നായിരുന്നു വന്നവരൊക്കെ അഭിപ്രായം. പക്ഷെ നമ്മൾ പഴയ വീട് വളരെ ഫ്രണ്ടിലേക്ക് നീങ്ങിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 5 മീറ്റർ എന്നുള്ള നിലയ്ക്ക് 5 മീറ്റർ ബാക്കിലേക്ക് ഇറക്കി പണിയാന്നുള്ളതിലാണ് പണിത്. പക്ഷേ ബാക്കിൽ ഇപ്പോഴും കൂടുതൽ സ്ഥലമുണ്ട്. ഫ്രണ്ടിൽ കുറച്ചും കൂടിയും ബാക്കിലേക്ക് ഇറക്കി പണിയായിരുന്നു. കുറച്ചുകൂടി ബാക്കിലേക്ക് ഇറക്കി പണിയായിരുന്നു. അതിപ്പോഴാണ് തോന്നണേ. അത് മാത്രമേ ഒരു പോരായ്മയായിട്ട് തോന്നണേ. പക്ഷേ നമുക്കത് പോരായ്മയൊന്നുമല്ല. നമുക്കിവിടെ ഇത്രയും സ്പേസ് മതി. പിന്നെ നമുക്കിവിടെ അപ്പുറത്തൊക്കെ നമ്മുടെ ബന്ധുക്കളാണ്, എല്ലാവരും സഹകരിക്കുന്നവരാണ്. ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഒരു 6-7 വണ്ടി വരെയായാലും നമുക്ക് ചുറ്റുവിടാനുള്ള സ്ഥലമുണ്ട്, ഇവിടെ ഇടാനുള്ള സ്ഥലമുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഈ ചെടികൾ തന്നെ നമ്മുടെ പറമ്പൊന്നും അല്ല കേട്ടോ, അപ്പുറത്തെ പറമ്പാണ്. അവിടേക്ക് ഇത് സുജ ചെടികളും പച്ചക്കറിയും വാഴയൊക്കെ വെച്ചിട്ടുള്ള സുജയാണ്. അപ്പോൾ അത്രയും സഹകരണമാണ് നമ്മൾ അയൽപ്പക്കത്തൊക്കെ ആയിട്ട്. അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ചെടിത്തോട്ടം ഉണ്ട് കേട്ടോ, നമ്മൾ റോഡിൻ്റെ അരികത്തായിട്ട്. നമ്മൾ റോട്ടിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ബൗണ്ടറി തിരിച്ചിട്ടുള്ളത്. കാരണം റോഡിൻ്റെ വീതി കുറേ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടേ. പിന്നെ ആ കോർണറും അതുപോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ ബേബി മെറ്റൽ ചെളിയാവണ്ടാന്ന് വെച്ചിട്ട് ഇതൊക്കെ തലേദിവസമാണ്. എല്ലാം തിരക്കിലായിരുന്നല്ലോ. അമ്മേനെ കയറ്റാൻ വേണ്ടിയിട്ട്, അമ്മേനെ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് സമയം കുറച്ചിട്ടാണ് നമ്മൾ ഫിനിഷിങ് വർക്കൊക്കെ ചെയ്തത്. നമ്മുടെ ഈ വഴിയിലേക്ക് വരുന്നവർ, നമ്മുടെ വീടുകളിലേക്ക് വരുന്നവരാണ് ഈ വഴിയിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഈ മതിലൊന്നും വലിയ ഉയരത്തിലുള്ള മതിലും ഒന്നും കെട്ടിത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ വീടുകളും നമ്മുടെ ബന്ധുക്കളാണ്. വലിയച്ഛൻ്റെ വീട്, ഇപ്പോൾ തറവാട്, അവിടെ താമസിക്കുന്നത് പാപ്പനാണ്. ഇപ്പോൾ ഒറ്റ വീടിന് മതിലുകളില്ല. ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ബൗണ്ടറിയുടെ ആവശ്യമില്ല. നമ്മൾ ഈ ബൗണ്ടറി കെട്ടിയത് തന്നെ നമുക്ക് ചെടി വയ്ക്കാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് കെട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 200 മീറ്റർ ഉണ്ടാവുള്ള സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നമ്മുടെ വീട്. ഇതിപ്പോൾ ഈ ഫ്രണ്ടിൽ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ട്രെയിൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താ ഫ്രണ്ടിൽ ഈ ഡിസൈനൊക്കെ നമ്മൾ കൊടുത്തിട്ട് തന്നെയാണ് പണിതത്. ഇത് കുറച്ച് ഡിസൈനുകൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കൊടുത്തിട്ടാണ് പണിതത്. അത് ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു നമുക്ക് മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഷോവാൾ, ഈ ക്ലാഡിങ്ങിൻ്റെ ശരിക്കും ഇത് ഇഷ്ടിയല്ല, നമ്മൾ ഇഷ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇഷ്ടിയ നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ്ങിൽ ആ തിക്കും തിരക്ക് വന്നപ്പോൾ നമുക്ക് ഇഷ്ടിക കിട്ടണമെങ്കിൽ സമയം എടുക്കുമെന്ന് പറഞ്ഞു. 1 മാസം 1.5 മാസം പിടിക്കും നമ്മൾ ഓർഡർ കൊടുത്താലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാ ഇഷ്ടിയ എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയിട്ട് ടൈൽ തന്നെ ആക്കിയത്. ഇപ്പോൾ 4x2 ടൈലാണത്. പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈലാണ്, വിട്രിഫൈഡാണ്. അപ്പോൾ നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ലാത്തൊരു ടൈലാണത്. ഇപ്പോൾ വെയിൽ കൊണ്ടായാലും നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതുപോലത്തെ വിട്രിഫൈഡ് ടൈലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയുണ്ട് അതിന്. നമുക്ക് എന്നാലും ബ്രിക്ക് വിരിക്കുന്ന അത്രയ്ക്ക് കോസ്റ്റ് വരില്ല എന്ന് മാത്രം. ഗ്രാനൈറ്റ് വന്നിരിക്കുന്നതാണ്. ഗ്രാനൈറ്റ് ഇങ്ങനെ റണ്ണിങ്ങിൽ വന്നിട്ടുണ്ട് തറയമ. ഇത് ക്ലാഡിങ്ങിൻ്റെ ടൈൽ തന്നെയാണ്. ഇതതുപോലെ തന്നെ പ്രൊജക്ഷൻ ഉള്ളതാണ്. വേറെ കോട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അത് ആ ടൈലുള്ള പോലെ തന്നെയാണ് അതിനെ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. നമ്മുടെ സിറ്റ് ഔട്ടിന് തറ കുരി കഴിഞ്ഞപ്പോൾ വളരെ കുറച്ചുള്ള ഒരു ഏരിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഇത്രയും ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും കൂടി വന്നപ്പോൾ അത്യാവശ്യത്തിനുള്ള സ്ഥലം ഇത്രയും ആവശ്യമുള്ളൂ സിറ്റ് ഔട്ടിൽ. നമ്മൾ പിന്നെ ഇവിടെ വന്നാലും സിറ്റ് ഔട്ടിൽ ഇരിക്കലൊന്നുമില്ല, നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കൽ തന്നെയാണ് പണി. അപ്പോൾ എല്ലാവരും സിറ്റ് ഔട്ടിൽ ഇപ്പോൾ സ്റ്റെപ്പ് അടക്കം നമ്മളിങ്ങനെ നീളത്തിൽ, ഇത് ലപ്പോത്രയാണ് ഇട്ടിരിക്കുന്നത്. ഇത് ലപ്പോത്ര ഡബിൾ ഒട്ടിച്ചിരിക്കുക. അതിവിടെ ഡബിൾ കനം തോന്നാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റെപ്പുകളൊക്കെ ആചാരിയാണ്. ഇത് സ്റ്റെപ്പുകൾ ലപ്പോത്രയാണ്. ഇത് ടൈല് നമ്മുടെ മെയിൻ ടൈൽ തന്നെയാണ്, ഉള്ളിലത്തെ മെയിൻ ടൈൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്.
അത് കജാരിയുടെ എറ്റ്യൂണിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളൊരു ടൈലാണത്, കജാരിയുടെ. ഇതാണ് നമ്മുടെ ഡോറ്. ഇത് ഒരു വലിയൊരു ഡോറും അതുപോലെ തന്നെ ഇതൊരു ചെറിയ ഡോറാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് ഉണ്ട്. സ്റ്റീലിൻ്റെ ഡോറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ കിൻസ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ സ്റ്റീൽ ഡോറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. നമ്മുടെ റൂമിൻ്റെ കയറി വരുമ്പോൾ തന്നെയുള്ള ലിവിങ് ആണിത്. ഇതിൽ നമ്മൾ ഒരു ചെറിയ സെറ്റി മതി എന്നാണ് എന്തായാലും നമുക്ക് സ്പേസ് ഇവിടെ കുറവല്ല, നമുക്ക് അത്രയും സ്പേസ് ഇല്ല. അപ്പോൾ ചെറിയ സെറ്റി മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ പോയിട്ട് അമ്മയും എല്ലാവരും കൂടി പോയി സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഹൈറ്റും ഒരുപാട് ഇങ്ങോട്ട് തള്ളി നിൽക്കണ, ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കണ സെറ്റുകളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡോർ തുറന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോറിൻ്റെ സൈഡിൽ തന്നെയായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്താണത്. ഇതൊക്കെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. പിന്നെ ഈ TV ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ ജനല ശരിക്കും ഇവിടെ ആയിട്ടാണ്, സെൻട്രലായിട്ടാണ് ശരിക്കും ഈ ഒരു ലോങ് വിൻഡോ വരേണ്ടത്. നമ്മൾ ഈ TV യൂണിറ്റ് ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നമ്മൾ ഈ കോർണറിലേക്ക് ഈ ജനല മാറ്റിയിട്ട് ഇവിടെ TV യൂണിറ്റ് വെച്ചു. അതുപോലെ തന്നെ ഈ ഒരു ക്യാബിനും വെച്ചു, അത് ഫാബ്രിക്കേഷനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ TV യൂണിറ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫ്രണ്ട് വിൻഡോയിൽ ഇപ്പോൾ സൈഡിലത്തെ അതുപോലെ തന്നെ ഫ്രണ്ട് 2 വിൻഡോയിൽ സൈഡിലത്തെ ഒരു വിൻഡോ, നമ്മുടെ ഡൈനിങ് ഹാളിലത്തെ ഒരു വിൻഡോ മാത്രമാണ് നമ്മൾ ബ്ലൈൻഡ്സ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മൾ തുണിയുടെ കർട്ടൻ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടിരിക്കുക. ഇതൊക്കെ നമ്മളന്ന് തിരക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഈ ജനൽ നമ്മൾ സ്റ്റീലിൻ്റെ വിൻഡോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ലോഹ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്, അതൊക്കെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും വീഡിയോയിലൂടെ. ഈ ലോഹ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് നമ്മൾ ഈ വിൻഡോസ്, നമ്മുടെ എല്ലാ വിൻഡോസും. അതുപോലെ തന്നെ കിൻസയുടെ മെയിൻ ഡോറ്, ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് കണിമംഗലത്തുള്ള റോയൽ ഹോമിൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, തലയൊന്നും മുട്ടില്ല, ഒരു 6 അടി ഉണ്ട്. പക്ഷേ ഇത്രയും ഡിഫറൻസ് ഉണ്ട്. വലിയ ഹൈറ്റുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തല മുട്ടും. പക്ഷേ ഇങ്ങോട്ട് അങ്ങനെ പ്രവേശിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ആൾക്കാർക്ക്. ഇപ്പോൾ ഇവിടെ ഒരു കോട്ടിയാടൊക്കെ സെറ്റ് ചെയ്യണമെന്നായിരുന്നു, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നി. പിന്നെ ഇപ്പോൾ ഇതുപോലെ ഒരു ചെടി ഇവിടെ വെച്ചിട്ടുണ്ട്, സ്നേക്ക് പ്ലാന്റ്. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. ഇതൊക്കെ അമ്മയുടെ കുറേ നാളത്തെ പരിശ്രമം കൊണ്ട് ഉണ്ടായതാണ്. ഇത്രയും തിക്കായിട്ട് നിൽക്കണ ഒരു പ്ലാന്റ്. ഇത് നമ്മൾ മണ്ണമ്പെട്ടെന്ന് കൊടുന്നതാണ് കേട്ടോ. ഇതിവിടെ ഒരു ലൈറ്റ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇടിച്ചതാണ്. ചുവട്ടിൽ നമ്മൾ ഇവിടെ വരെ ഫാബ്രിക്കേഷൻ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട്, ഇത് ഡോറാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻവെർട്ടർ, അതിൻ്റെ ബാറ്ററി, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ഇത് രണ്ട് കള്ളിയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതുണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് ഇൻവെർട്ടറിൻ്റെ ബാറ്ററി കാണുന്നു, ചെരുപ്പുകളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത്ര മാത്രമേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ. പിന്നെ ഇവിടെ ഓപ്പൺ ആയി ഇട്ടിട്ടിരിക്കുക. അതുപോലെ തന്നെ റൂഫ് എന്ന് പറഞ്ഞാൽ സീലിംഗ് നമ്മൾ ഒരിക്കലും പാനലിങ്ങോ അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ വാർക്ക തന്നെയാണ് കാണുന്നത്. വാർക്കയിൽ തന്നെ നമ്മൾ വാർക്കണ സമയത്ത് തന്നെ അതിനുള്ള പ്രൊവിഷൻ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നതാണ് കേട്ടത്. ഒരു ചെറിയൊരു ക്യാബിനെ ഇവിടെ ഇട്ടതാണ്, എന്തെങ്കിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട്. അപ്പോൾ അതിലിങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ, ഇവിടെ ഒരു ഫുൾ സൈസ് ഫോട്ടോ ആക്കി വയ്ക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ചെയ്യണം. ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിരിക്കുകയാണ് അവിടെ. ഇതിപ്പോൾ ലിവിങ്ങിൽ നിന്ന് ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ലെഫ്റ്റിലേക്ക് ഒരു ഫസ്റ്റത്തെ റൂമാണ് കേട്ടത്. ശരിക്കും മാസ്റ്റർ ബെഡ്റൂമാണത്. പക്ഷേ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ അമ്മയാണ് കിടന്നിരുന്നത്. അമ്മ കിടന്നിരുന്ന മുറി അത്. ഞങ്ങൾ ഈ മുറിയിലല്ല കിടക്കണ്ടായിരുന്നത്. അമ്മയ്ക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു റൂം എന്നുള്ള നിലയ്ക്ക് കൊടുത്ത് കർട്ടൻ ഇട്ടിരിക്കുന്നത്, സൈഡിൽ കർട്ടൻ ഇട്ടിരിക്കുന്നത് നമ്മൾ ബ്ലൈൻഡ്സ് അല്ലാത്തടത്തൊക്കെ സൈഡിൽ നമ്മളിത് ഈ സെയിം കർട്ടനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫാൻ ഇതുപോലെ തന്നെ എല്ലാ റൂമിലും നമ്മൾ BLDC ഫാനാണ് കൊടുത്തിരിക്കുന്നത്. BLDCയുടെ എല്ലാ ഒരു കമ്പനിയാണ്, ഇംപെക്സിൻ്റെ കമ്പനിയാണ്. അതുപോലെ സെയിം ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫെറോ സിമെൻറ്റ് കൊണ്ട് കള്ളി തിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങനെ മൂടി വയ്ക്കുക, ഈ ഫാബ്രിക്കേഷൻ ചെയ്തിട്ട് മൂടിയിരിക്കുക. എല്ലാ റൂമിലും ഈ സെയിം അളമാരി തന്നെയാണ്. അതുപോലെ തന്നെ 3 കള്ളിയായിട്ടുള്ള സെയിം അളമാരിയാണ്.
നമുക്ക് 3 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. ആ 3 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. നമുക്ക് കോമൺ ബാത്റൂം ചെയ്തിട്ടില്ല. കോമൺ ബാത്റൂം നമ്മൾ ചെയ്തിട്ടില്ല. 3 അറ്റാച്ച്ഡ് ബാത്റൂമാണ് ചെയ്തിട്ടില്ല. കോമൺ ബാത്റൂം നമുക്ക് ആവശ്യമില്ല. ഒരു വീട്ടിൽ 2-3 ബാത്റൂം അല്ലാണ്ട് 4 ബാത്റൂമിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. ഇത്രയേ ആവശ്യമുള്ളൂ നമുക്ക് സ്പേസ്. ഇത് സോഫ്റ്റ് ക്ലോഷറാണ്, ഫ്ലഷ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. കോർണറിൽ ചെറിയൊരു വാഷ് ബേസിനും വെച്ചിട്ടുണ്ട് നമ്മൾ. ടൈല് നമ്മളിത് 8 അടിക്ക് ഉയരത്തിലാണ് ടൈൽ ഇട്ടിരിക്കുന്നത്. 8 അടി അല്ല, 4-2 ടൈൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ ബാത്റൂമിൻ്റെ വാളായതുകൊണ്ട് അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറും അതുപോലെ തന്നെ വാളും അപ്പോക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വാൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ഫ്ലോറിൻ്റെ കളറുള്ള ഗ്ലോസി ടൈല്, ഫ്ലോർ നമ്മൾ മാറ്റ് ഫിനിഷാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലോറിൻ്റെ കളറുള്ള ഒരു വാൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുക. വേറെ അലങ്കാര പണികളൊന്നും ചെയ്തിട്ടില്ല ബാത്റൂമിൽ. എല്ലാം മിനിമലായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം സ്റ്റീലാണ്. ഇതാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 4 ചെയറും ഒരു നീളത്തിലൊരു ബെഞ്ചും. ഇത് നമ്മുടെ തേക്കിലാണ് ചെയ്തതാണ്. ഇത് നമ്മുടെ മണ്ണമ്പട്ട വീട്ടിലുണ്ടായിരുന്ന ഒരു വലിയ തേക്കാണ്. അതമ്മ കുറേ കാലങ്ങളായിട്ട് നമ്മൾ വീട് പണിയുമ്പോൾ മുറിച്ച് അത് നമുക്ക് ഈ വാതിലുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അർപ്പിച്ച് കൊടുത്തിട്ടായിരുന്നതാണ്. അത് വാതിൽ നമ്മൾ സ്റ്റീലിൻ്റെ വെച്ച കാരണം അത് നമ്മൾ ഡൈനിങ് ടേബിളാക്കിയിട്ട് കൺവേർട്ട് ചെയ്തു ചെയറൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ആ തേക്കിലാണ് നമ്മളിത് പണിതിട്ടുള്ളത്. എനിക്കിഷ്ടമായിട്ട് ഈ മോഡൽ ഞാൻ പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ അതേ മോഡൽ തന്നെ ആൾ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ഒരാൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. സുരേഷ് ഏട്ടൻ ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് ആള്. ഡൈനിങ് ടേബിളിന്റെ എനിക്ക് നമ്മുടെ ട്രോഫീസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് എല്ലാ കുറച്ച് മുകളിലുണ്ട്, പിന്നെ കുറച്ച് കൂടി ഉണ്ട്. അപ്പോൾ എല്ലാതും ഇതിൽ കയറ്റിയിട്ടുണ്ട്. ശരി. ഇത് ഇങ്ങനത്തെ ഒരു വാഷ് ബേസും വെക്കാനും ഇങ്ങനത്തെ ഡൈനിങ് ടേബിൾ ചെയ്യാനും ഇങ്ങനത്തെ മാറ്റ് ഇടാനും നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ സിസ്റ്റം. വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. അത് നോക്കി വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഈ വാഷ് ബേസൻ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ തീം നമ്മൾ ഉണ്ടാക്കിയത്. കാരണം ഈ ഒരു വാഷ് ബേസൻ എല്ലായിടത്തും കൂടിയിട്ട് ഒരെണ്ണം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിൽ 2 ആകെ വന്നിട്ടുള്ളൂ. ഒരെണ്ണം വേറെ മുമ്പ് പോയി, പിന്നെ ലാസ്റ്റ് പീസാണ് ഇതെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ സ്ഥലത്തൊക്കെ പോയപ്പോൾ ഇങ്ങനെ ഒരു വാഷ് ബേസൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ബേസൻ കിട്ടിയപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു തീമിനെ പറ്റി ചിന്തിച്ചത്. പിന്നെ ഈ ടൈല് ഇത് വുഡിൻ്റെ ടൈലാണ്. ഇത് നമ്മൾ മെയിൻ അടുക്കളയിൽ ഇട്ടിരിക്കുന്ന അതേ കോമ്പോയിലാണ് നമ്മൾ ഇവിടെയും ഈ വാഷ് ബേസ് ഏരിയയിലും ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മൾ മിനിമലായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ മിററായാലും ലൈറ്റ്, അതുപോലെ തന്നെ ഈ ഒരു ഇത് വയ്ക്കാനുള്ളത് ഈ ഒരു ടവലിൻ്റെ ഹുക്ക്. പിന്നെ ഈ ടാപ്പ് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ബ്ലാക്ക് ടാപ്പ് ഇതിന് മാച്ച് ചെയ്യുന്ന ടൈപ്പ് തന്നെ വെച്ചിരിക്കുന്നത്. ഈ വാഷ് ഏരിയയിലെ ഇതായിട്ട് നമ്മൾ ഫാബ്രിക്കേഷൻ ചെയ്തിട്ടാണ് ഈ ക്യാബിൻ വെച്ചിട്ടുള്ളത്. ഈ ക്യാബിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഉണ്ട്. ഇത് രണ്ടും ഇങ്ങനെ തുറക്കാൻ പറ്റും. നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയറാണ്. മുകളിൽ ഒരു ബെഡ്റൂമുണ്ട്, ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട് പുറത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുകളിൽ ഹാൾ എടുത്തിട്ടില്ല. മുകളിൽ കോണി റൂം മാത്രമേ ഉള്ളൂ. അത് കുറച്ച് വലുപ്പത്തിലുള്ളൂ. ആ കോണി റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മുടെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ഡോറ് നമ്മൾ ഫുള്ളായിട്ട് മരത്തിൻ്റെ ഡോറല്ല, ഫ്രെയിം മാത്രം മരത്തിൻ്റെ ഉള്ളൂ. അതുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഷീറ്റ് ഇട്ടിട്ടുള്ള ഡോറാണത്. ലോക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ വാങ്ങിച്ച ലോക്കൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യിച്ച് ഡോറൊക്കെ ഫിറ്റ് ചെയ്യിച്ചാൽ നമ്മളിത് ഫ്രെയിം സ്റ്റീലുമേ ഈ വുഡൻ ഡോറ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമിനും നമ്മൾ ഈ ഡോർ തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 2ാമത്തെ ബെഡ്റൂം. 2ാമത്തെ ബെഡ്റൂമിൽ ഇവിടെ കിടക്കുമ്പോൾ ഇതുപോലെ തന്നെ ഈ സ്റ്റോറേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സ്റ്റോറേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ കട്ടില് GI കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള അവിടെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നമ്മുടെ മാമൻ, അമ്മയുടെ ആങ്ങളെ പ്രകാശ് മാമനാണ് നമുക്ക് ഈ കട്ടിൽ ചെയ്തു തന്നിട്ടുള്ളത്. ആൾക്ക് ഡ്രസ് വർക്കിൻ്റെയൊക്കെ പണിയാണ്. അപ്പോൾ ആളാണ് ഇത് നമ്മൾ മരത്തിൻ്റെ ഡിസൈൻ അതുമ്പോൾ പെയിൻ്റ് അടിക്കാരെ കൊണ്ട് നമ്മൾ ചെയ്യിച്ചിട്ടുള്ളതാണ്. മരത്തിൻ്റെ ഡിസൈൻ വരച്ചിരിക്കുക, അതുമ്പോൾ തേക്കിൻ്റെ ഡിസൈൻ വരച്ചിരിക്കുക. ഇത് ഫുള്ള് കട്ടിലും ഇതൊക്കെയും GI കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ കന്നിമൂല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് വാസ്തുപ്രകാരം. നമുക്ക് അതിലൊന്നും നോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മളിങ്ങനെ ഇത് കന്നിമൂല എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒഴിച്ചിടാൻ പാടില്ല, വേസ്റ്റ് വരാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളായിട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിലൊരു ഡ്രസ്സിങ് ടേബിൾ, അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു മിററും വെച്ചിട്ടുണ്ട്.
ഈ ഡ്രസ്സിങ് ഏരിയ എന്നാണ് നമ്മൾ ബാത്റൂം റൈറ്റിലേക്കാണ് നമ്മൾ ബാത്റൂമിൻ്റെ ഡോറ് കൊടുത്തേക്കണത്. ഇതിന് മുകളിൽ ഇതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ റൂമിൻ്റെ ബാത്റൂം കേട്ടോ. ഇത് ക്ലോസറ്റ് അല്ലാതെ അല്ലാതെ ഒരുപോലത്തെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുപോലെ വാഷ് ബേസിനും ഒരുപോലെ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സോസിൻ്റെ സ്വിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി ഒരുമിച്ചാണ്, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ഇടലുണ്ടാവില്ല, അപ്പോൾ സ്മെല്ല് പോയില്ലേ. പിന്നെ എല്ലാ ബാത്റൂമും കോമൺ ആയിട്ട് ഒരുപോലെ തന്നെയാണ്. അല്ലാതെ ടൈലുകളൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. അതിൽ ഇവിടെ 3 ബാത്റൂമിനും ടൈലുകൾ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഫ്രണ്ടിലത്തെ ബാത്റൂമും മുകളിലത്തെ അതേ മുകളിൽ വരുന്ന ബെഡ്റൂമുണ്ട്, അതിലത്തെ ബാത്റൂം സെയിം അളവാണ്. ഈ ഒരു ബാത്റൂം മാത്രം അളവിൽ മാറ്റമുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ട റൂം, ഈ റൂമിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ കിച്ചണിലേക്കുള്ള ഡോറ്. കിച്ചണിലേക്കുള്ള ഡോറും ഇതുപോലെ തന്നെ ഈ ഡോറിൻ്റെ സെയിം ഡോർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു കട്ടിങ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് ഇട്ടുമെന്ന് മാത്രം ഇതുപോലത്തെ കിച്ചൻ്റെ ഡോറിൽ. പറഞ്ഞോ. ഇതാണ് ഞങ്ങളുടെ മെയിൻ കിച്ചൺ. മെയിൻ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പരിപാടിയില്ല, വെറുതെ ഷോക്കി വെച്ചേക്കണത്. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇട്ടിട്ടുള്ള പോലത്തെ ഗ്രാനൈറ്റാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡബിൾ ഒട്ടിച്ചിരിക്കുകയാണ്, ഡബിൾ കനം കിട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ ഒട്ടിച്ചിരിക്കുക ടീലായിട്ട്. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടുത്തെ പോലത്തെ സെയിം തീം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വുഡനും ഇതൊരു മൊറോക്കൺ ഡിസൈനായിട്ടുള്ള ഒരു ടൈല് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ വാഷ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. ക്യാബിനുകളൊക്കെ നമ്മൾ അടിയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ അടിയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മുകളിൽ ഇതൊന്നുമില്ല, കബോർഡൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ്. നമുക്ക് ഇതിൻ്റെ അടിയിൽ കൊള്ളാവുന്ന സാധനങ്ങളുള്ളൂ. അപ്പോൾ ഈ മുകളിൽ കബോർഡ് ചെയ്ത് അതിൻ്റെ കാശും കൂടി കളയണ്ട. പിന്നെ അത് മാത്രമല്ല, ഇതല്ല ഭംഗി, എനിക്കിതാ ഭംഗി തോന്നണേ. പിന്നെ ഇവിടെയുള്ളവരൊക്കെ ഉയരം കുറഞ്ഞ ഫാമിലിയാണ്. ഈ മുകളിലേക്കൊക്കെ എത്തിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ഈ കിച്ചൺ വരെ ഉണ്ടായിരുന്നുള്ളൂ, വർക്ക് ഏരിയ ഉണ്ടായിരുന്നില്ല. വർക്ക് ഏരിയ വേണ്ട എന്നുള്ളത്, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അധികം സ്പേസ് എന്തിനാ വെറുതെ വലിയ വീടൊക്കെ പണിയണം വെച്ചിട്ട് ഇവിടെ വരയ്ക്കുള്ള പ്ലാനാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വർക്ക് ഏരിയ വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു. പിന്നെയാണ് വർക്ക് ഏരിയ വേണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതും വർക്ക് ഏരിയ എടുക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഇപ്പോൾ ഈ അടുക്കളയിൽ ഒന്നും ചെയ്യണില്ലേ, വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുക. ഇവിടെ നമ്മൾ ടൈലിട്ടിരിക്കുന്നത് മാറ്റ് ഫിനിഷുള്ള ടൈലിട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ മെയിൻ ടൈല് കജാരിയുടെ ടൈലിൻ്റെ ഗ്ലോസിയുടെ സെയിം കളർ മാറ്റായിട്ടിരിക്കുന്നത്. ഇത് പക്ഷേ RAK എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. RAKയുടെ വിട്രിഫൈഡ് തന്നെ RAK എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഈ കളർ നമുക്ക് കിട്ടിയത്. ഇതിവിടെ ഈ അടുക്കളയിൽ ഇട്ടിരിക്കുന്ന മാറ്റ് ഫിനിഷാണ്. ഇതാണ് നമ്മൾ ഈ മെയിൻ അടുക്കളയിൽ നമ്മളൊരു ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ട്. അത് ബോഷിൻ്റെ ഫ്രിഡ്ജ് വേണീസിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. വേണീസിൽ നിന്ന് നമ്മൾ വാഷിംഗ് മെഷീനും ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. വേൾപൂളിൻ്റെ വാഷിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട്. ഈ രണ്ടും കൂടിയിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മളത്രയും സ്നേഹിക്കുന്ന ഒരു ആൻറ്റി നമ്മളെ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടത്. നമ്മുടെ വീട്ടിലെ ആൻറ്റിയുടെ അതായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി നമുക്ക് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് എടുപ്പിച്ചാണ്. ഒരു ഫ്രിഡ്ജും ഉണ്ട്, ഒരു വാഷിംഗ് മെഷീൻ വേൾപൂള്. ഇത് നമ്മുടെ അടുക്കളയുടെ ഡോറാണ്. ഇത് സ്റ്റീൽ ഡോറാണ്. ഇതിനെ സേഫ്റ്റി ഡോർ എന്ന് പറയാം. അപ്പം നമ്മൾ ഈ സേഫ്റ്റി ഡോർ ശരിക്കും നമ്മൾ അപ്പുറത്താണ്, ഏറ്റവും എൻഡിലാണ് വെക്കേണ്ടത്. പക്ഷേ ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് മുകളിൽ ഷീറ്റാണ്. മുകളിൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സേഫ്റ്റി ഡോർ നമ്മൾ അപ്പുറത്ത് അറ്റത്ത് വെക്കുന്നതുകൊണ്ട് ഗുണമില്ലല്ലോ. അപ്പം നമ്മൾ ഇവിടെ സേഫ്റ്റി ഡോർ വെച്ചിരിക്കുക, സ്റ്റീലിൻ്റെ സേഫ്റ്റി ഡോർ വെച്ചിരിക്കുക. ഇതും നമ്മൾ കണിമംഗലത്തുനിന്ന് റോയൽ ഹോംസിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ കേട്ടോ. വർക്ക് ഏരിയ ഫുഡ് വയ്ക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ സ്പേസ്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പേസിലാണ് ശരിക്കും ഞങ്ങളെല്ലാവരും കൂടെ ജീവിക്കുന്നത്. ബാക്കിയൊക്കെ വല്ലപ്പോഴും പോണ സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെയും ഒരു ചെറിയ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കലൊക്കെ ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ്. അങ്ങോട്ട് പോക്കൊക്കെയും കുറവാണ്. എല്ലാവരും വരുമ്പോൾ മാത്രം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുള്ളൂ. വർക്ക് ഏരിയ നമ്മുടെ വീടിൻ്റെ ലെങ്ത്തിൽ തന്നെ ഫുള്ളും, വീടിൻ്റെ ഫുള്ള് വീതിയിൽ തന്നെ ഈ വർക്ക് ഏരിയ എടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് ചെയ്താണത്. ഇതാണ്, ഇവിടെയാണ് സ്റ്റൗവ്, ഗ്യാസ് കാര്യങ്ങൾ, ഇവിടെ വാഷ് ഏരിയ. ഇതാണ് ശരിക്കും മെയിൻ അടുക്കള. ഇവിടെയാണ് പാചകം എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇത് നമ്മുടെ വർക്ക് ഏരിയയിലത്തെ അടുക്കളയിൽ നമ്മൾ ഇവിടെ മുകളിൽ കബോർഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുള്ളത്, ഒരു 6 mm ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത്രയും സാധനങ്ങളുള്ളൂ ഇവിടെ വയ്ക്കാനായിട്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡ്, നമ്മളധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ മിനിമലായിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ സുജുക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്, വീട്ടിലത്തെ തയ്ക്കാൻ ഒരു മെഷീൻ ഇവിടെ കൊണ്ടിട്ടുണ്ട്. മെഷീനൊക്കെ മാറിയല്ലോ. മെഷീൻ ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പവർ മെഷീനുകളാണ്. അപ്പോൾ നമ്മൾ മെഷീൻ മാറ്റിയപ്പോൾ
ഒരെണ്ണം ഇവിടെ കൊടുന്നിട്ടതാ. ഇവിടെ നമ്മൾ വർക്ക് ഏരിയയിലിട്ടിരിക്കുന്ന ടൈൽ ഒരു വുഡൻ ഫിനിഷുള്ള ടൈലാണ് കേട്ടോ. ഒരു ചെറിയൊരു തിളക്കം കൂടി ഉണ്ട് ഇതിന്. മാറ്റ് തന്നെയാണ്, പക്ഷേ ഒരു ചെറിയൊരു എന്താ പറയുക ഷുഗർ ബീഡിൻ്റെ പോലത്തെ ഒരു ചെറിയൊരു തിളക്കമുണ്ട്. അതുകൂടെ ശരിക്കും വെയിലുള്ളിടത്ത് കയറുമ്പോൾ കാണാം. നല്ല ഗ്രിപ്പുള്ള ടൈൽ തന്നെയാണത്. ഞങ്ങളുടെ ഷാർക്ക് ഇത് നമ്മൾ ബാക്ക് സൈഡാണ് കേട്ടോ. നമ്മൾ ബാക്ക് സൈഡ് വർക്ക് ഏരിയയിൽ നിന്ന് നേരെ ഇറങ്ങണ സൈഡ് ബാക്ക് സൈഡാണ് നമ്മൾ വീടിൻ്റെ മൊത്തം ബാക്ക്. ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു വിരിഷ്ടിയെ വിരിച്ചിട്ടുണ്ട്. അച്ഛനാണത് വിരിച്ചത്. നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം അച്ഛൻ ചെയ്തിട്ടുള്ളതാണ്. അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ഇതിൻ്റെ തറവാങ്ങലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഈ ഇഷ്ടിയൊക്കെ ഇവിടെ ഒട്ടിച്ചത്. കണ്ടോ, നമുക്ക് ബാക്കിലേക്ക് ശരിക്കും ഇത്രയും അധികം സ്ഥലമുണ്ട്. ഇപ്പോൾ ഇത്ര അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിപ്പോൾ എത്രയുണ്ട്, ഒരു 10-12 മീറ്റർ ബാക്കിലേക്ക് നമുക്ക് സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ആ വരുന്നവർ കംപ്ലീറ്റ് പറയണത് ഈ ബാക്കിലേക്ക് വീട് ഇറക്കി പണിയായിരുന്നു എന്ന് പറഞ്ഞു വരുന്നത്. നമുക്ക് ബാക്കിൽ കുറച്ചെങ്കിലും സ്ഥലം വേണ്ടേ, നമുക്ക് തന്നെ അധികം, നമുക്കിത് മതിയെന്നായി. നേരായാലും വന്നിട്ടായാലും ഇവിടെ കുറച്ചായാലും ഇരുന്ന് വർത്താനം പറയാം. ഇതാണ് ഏറ്റവും നല്ല രസമുള്ള സ്ഥലം. ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരുന്ന് വർത്താനം പറയുക, ഇവിടെ ഇരുന്ന് കാപ്പി കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഇവിടെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും സന്തോഷം. ഇവിടെയുണ്ട് നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ടിരിക്കുന്ന സ്ഥലം. ഉള്ളിലിടാന്ന് വിചാരിച്ചാൽ, പക്ഷേ ഉള്ളിൽ ടൈലിട്ട് കൊടുത്തൊക്കെ വെള്ളമാവും എന്ന് പറഞ്ഞിട്ട് അത് വാഷിംഗ് മെഷീൻ പുറത്തേക്ക് ആക്കി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വാഷിംഗ് മെഷീനിലേക്ക് വെയിൽ വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മളിവിടെ ഒരു നെറ്റ്, ഗ്രീൻ നെറ്റ് ഇവിടെ വളച്ച് കെട്ടിയത്. നമുക്ക് സന്ധ്യ നേരമല്ല, ഉച്ച കഴിയുമ്പോൾ പടിഞ്ഞാറൻ വെയിൽ വരും. അപ്പോൾ ഇത് നമുക്ക് കൊള്ളുമ്പോൾ ഇത് കേടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു നെറ്റ് കെട്ടിയിട്ടത് ഇവിടെ. ഇത് നമ്മുടെ ഒരു വലിയൊരു പുളിമരമാണ്. അത് കൊല്ലങ്ങളായിട്ട് ഇവിടെ ഉള്ളത്. അതിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ കാല് കുളത്തിയിട്ടിട്ട് അടിയിലേക്ക് കൈ ഞാത്തിയിട്ടിട്ട് ഇങ്ങനെ ആടും വേതാളത്തിൻ്റെ പോലെ ഈ പുളിയുമേ. അന്നൊക്കെ ഇതിൻ്റെ കാഭാഗം വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത്ര വലിപ്പമായി. ഇഷ്ടം പോലെ പുളി ഉണ്ടാവും. ഇതൊരു ഏകദേശം ഒരു 12 ഇഞ്ച് നീളമാണ് ഒരു പുളി. അത്രയും വലിയ പുളിയാണ് ഉണ്ടാവുക. നല്ലൊരു പുളിമരമാണ്. അതുകൊണ്ടാണ് ഇത് മുറിക്കാണ്ട് അങ്ങനെ നിർത്തിയാണത്. താഴത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു. ബാക്ക് സൈഡ് വരെ കഴിഞ്ഞു. ഇനി മുകളിൽ കുഞ്ഞൻ്റെ മുറിയാണ്. കുഞ്ഞൻ്റെ മുറിയിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ഹാൻഡ് റൈൽ ചെയ്തിരിക്കുന്നത് നമ്മൾ മാമൻ്റെ അടുത്ത് GI കൊണ്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചിലവ് കുറച്ചിട്ട്. അപ്പം മാമൻ വന്നപ്പോഴാണ് മാമൻ പറഞ്ഞത് വീടിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, സ്റ്റീൽ കൊണ്ട് ചെയ്ത് വെച്ചാൽ മതി എന്ന് മാമനൊരു സജഷൻ പറഞ്ഞു. അപ്പോൾ മാമനെ GI കൊണ്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ല. നമുക്ക് GI കൊണ്ട് പുതിയ വീടുകളൊക്കെ GI കൊണ്ട് ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ളത്, മോഡേൺ വീടുകളിലൊക്കെ ചിലവ് കുറച്ചിട്ടും അത് മതി എന്നുള്ള അഭിപ്രായത്തിലാണ് ആൾക്കാർ ചെയ്യണത്. ഇപ്പോൾ നമ്മൾ സ്റ്റീലിൽ മാമൻ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ അച്ഛൻ്റെ കൂട്ടുകാരൻ രതീഷ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മണ്ണപ്പെട്ട ആളാണ് ഈ ഹാൻഡ് റൈൽ ചെയ്യാൻ നമുക്ക് ചെയ്തു തന്നത്. ഇത് ഹാൻഡ് റൈലും ഇതുപോലെ ഒരു സ്റ്റേ ഇത് വുഡനാണ്, വുഡല്ല കേട്ടോ, വുഡനാണ്, ഫൈബറാന്ന് പറഞ്ഞത്. അതിങ്ങനെ ഹാൻഡ് റൈൽ നമ്മൾ ചെയ്യിച്ചിട്ടുള്ളത്. ഇത് ഈ സ്റ്റെപ്പൊക്കെ നമ്മൾ ഇതന്നെയാണ് ഈ ലപ്പോത്രയുടെ നമ്മൾ സിറ്റ് ഔട്ടിലിട്ടിരിക്കുന്ന സെയിം ലപ്പോത്രയുടെ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത് സ്റ്റെപ്പ്. ഇത് നമ്മൾ ഈ റണ്ണിങ് ഇതെന്ന് പറയാം നെറ്റി, ഇതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ കജാരിയുടെ ടൈൽ തന്നെയാണ്, മെയിൻ ടൈൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ റണ്ണിങ്ങും അത് സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമ്മൾ ഹാൻഡ് റൈലിൻ്റെ മുകളിൽ നമ്മുടെ ഹാളിലേക്കുള്ള ഒരു ഹോൾ ഉണ്ടായിരുന്നു ഇവിടെ സ്റ്റെപ്പ്, അത് അടയ്ക്കാനായിട്ടൊരു ഗ്ലാസ് ഇട്ടിട്ട് അങ്ങനെ ഒരു എച്ചിങ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഇട്ടിട്ട് അത് നമ്മൾ ഹാൻഡ് റൈൽ വർക്ക് ചെയ്ത രതീഷ് തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇവിടെയും അതുപോലെ തന്നെ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുക. ഇവിടെ കോണിയുടെ ഇടയ്ക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പറകോളം സെറ്റ് ചെയ്തിരുന്നത്. ഇത് നമ്മൾ കട്ട കെട്ടിയിട്ടുള്ളതല്ല, ഇത് വാർത്ത തന്നെയാണ്, ബീം പോലെ വാർത്തിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്തിട്ടുള്ളത്. അവിടെയും ഇവിടെയും അവിടെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എച്ചിങ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. ഫാബ്രിക്കേഷൻകാരനാണ്, ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആളാണ് അത് ചെയ്തു തന്നത് നമുക്ക്. ഏരിയ നമ്മൾ കോണി കയറി വന്ന് കയറുന്ന കുറച്ച് സ്പേസ് ഉണ്ട്, സ്റ്റേജിൽ കുറച്ച് സ്പേസ് അവിടെ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഡോർ ഓപ്പൺ ടെറസിലേക്കാണ്, ബാക്കിലത്തെ ഓപ്പൺ ടെറസിലേക്ക്. അപ്പോൾ ഇവിടെ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഒരു ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ബാക്കി നമ്മൾ താഴ്ത്ത് വെച്ചാൽ ബാക്കി കുറച്ച് ട്രോഫികളൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. കുഞ്ഞൻ്റെ ഡാൻസിൻ്റെ ചിലങ്ക അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ളും കുഞ്ഞൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇത് റൂമിലേക്കുള്ള ഡോറാണ്. നമ്മൾ താഴത്തെ മെയിൻ ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിൽ അതിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. ആ സെയിം വലുപ്പത്തിലുള്ള ബെഡ്റൂമും ബാത്റൂമും ഒക്കെ സെയിം വലുപ്പമാണത്.
താഴത്തെ അതേപോലെ തന്നെയാണ് മുകളിലത്തെ. ഇത് കുഞ്ഞൻ്റെ ഷെൽഫ്. കുഞ്ഞന് ഇതുപോലെ നീളത്തിലുള്ള ഒരു കണ്ണാടി വേണം, ഈ 2 ഡ്രോയർ വേണം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് കുഞ്ഞൻ തന്നെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാൾഡ്രോബാണ് കേട്ടോ അത്. ഇതൊക്കെ കുഞ്ഞൻ്റെ ഡ്രസ്സുകളാണ്. ഇതിലൊക്കെ വാൾഡ്രോബ് എല്ലാം ഒരുപോലെ തന്നെയാണ്, പക്ഷേ ഇതിന് മാത്രം മിറർ വെച്ചിട്ടുണ്ട്. നമുക്കവിടെ ഞങ്ങളുടെ റൂമിൽ ബെഡ്റൂമിൽ ഒരു വലിയ മിറർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ മിറർ ഇല്ലാത്തതുകൊണ്ട്, ഡ്രസ്സിങ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് ഇതുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു മേക്കപ്പ് സാധനങ്ങൾ വയ്ക്കാനുള്ള ഒരു ഡ്രോയറും ഒക്കെ വെച്ചിട്ട് ഇതിനൊരു മേക്കപ്പിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാക്കിയിരിക്കുക. ഇതാണ് ഈ മുകളിലത്തെ റൂമിലത്തെ ബാത്റൂം. താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിലത്തെ സെയിം വലുപ്പത്തിലുള്ള ബാത്റൂം തന്നെയാണത്. ഇതിവിടെ ഒരു സാധനം ചാരിയിരിക്കുന്നുണ്ടോ, ഇതൊരു ബെഡാണ്, ഒരു വലിയ ബെഡാണ് അത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും വീട്ടിലത്തെ എല്ലാവരും വരുമ്പോൾ, അതുപോലെ അമ്മയും അച്ഛനും വരുമ്പോൾ, അല്ലെങ്കിൽ ആൾ വരുമ്പോഴേക്കും നാത്തുമാരൊക്കെ വരുമ്പം ആ താഴത്തുള്ള മുറിയിലാണ്, അത് അവരുടെ വാൾഡ്രോബിലൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്, അവർ വരുമ്പോൾ അവിടെ കിടക്കാറ്. ഇവിടെ മെയിനായിട്ട് അച്ഛനമ്മയും വരുമ്പോഴാണ്, പിന്നെ നിങ്ങൾ ശ്രീകുട്ടനും മാളും രാജുവൊക്കെ വരുമ്പോഴാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴ്ത്തിട്ടിട്ട് കിടക്കും. ഇത് നമ്മൾ ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോഴേ കോണി കയറി വരുന്ന സ്ഥലമാണിത്. ഇത് ഓപ്പൺ ടെറസാണ്, ബാക്കിലത്തെ ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറത്. ഇത് ഈ ഡോറ് ഫ്രണ്ടിലത്തെ ഓപ്പൺ ടെറസിലേക്കുള്ളത്, ആ സിറ്റ് ഔട്ട്. ഫ്രണ്ടിൽ ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്, ഓപ്പൺ ടെറസ് കേട്ടോ. ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, ചെറിയൊരു സിറ്റ് ഔട്ട്. നമ്മൾ മെയിൻ വാർക്ക ഇങ്ങോട്ട് കുറച്ച് സാധാരണ വിട്ട് കുറച്ച് തള്ളിയിട്ടിരിക്കുക. ഇവിടെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് എന്നുള്ള നിലയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ലപ്പോത്ര ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ ഇട്ടിരിക്കുന്നതും, പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പും ഇട്ടിരിക്കുന്ന സെയിം ലപ്പോത്ര തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അത് അവിടെയും ഒരു ചെറിയ പോർഷൻ അവിടെ ഇട്ടുണ്ട്. ഇത് ഈ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ള GIയിൽ നമ്മുടെ മാമൻ, അമ്മയുടെ ആങ്ങളെ മാമൻ, പ്രകാശ മാമൻ ചെയ്തു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് GIയിൽ ചെയ്തിട്ടുള്ള പെയിൻ്റ് അടിച്ചേക്കാം നമ്മൾ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ട്രെയിൻ കാണാൻ പറ്റും. അവിടെ ട്രെയിൻ, ഗുഡ്സ് ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. ട്രെയിനൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. താഴെ നിന്ന് നോക്കിയാലും ശരിക്കും അത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ട്രെയിൻ കാണാമെന്ന് മാത്രം, ഫുള്ളായിട്ട് കാണാം. ട്രെയിൻ പോകുന്നത് താഴെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും നമുക്ക്. ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇവിടെ നല്ല വെയിലാണ്. ഇവിടെ നമുക്ക് ഒരു പോളികാർബണേറ്റ് ഷീറ്റ് വെച്ചിട്ടൊരു ചെറിയൊരു ഡ്രസ്സ് പോലെ ഇടണം. നമ്മുടെ ബാക്കിലത്തെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്ഥലമാണ്, വഴിയാണ് കേട്ടോ. ഓപ്പൺ ടെറസ് ഗോതമ്പ് ആണ് നമ്മുടെ ബാക്കിലത്തെ ഓപ്പൺ ടെറസ്. അത്യാവശ്യം സ്ഥലമുണ്ട്, ചെറിയ പരിപാടിയൊക്കെ നടത്താൻ പന്തലിട്ട് കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ പുളി. മുകളിൽ കയറാനായിട്ടുള്ള കോണി ഉണ്ടാക്കി വെക്കണം. അത് ആ കാണുന്നത് നമ്മുടെ തറവാട്ടമ്പലമാണ് കേട്ടോ. നമ്മുടെ തറവാട്ടമ്പലത്തിൻ്റെ കീഴിൽ 10-14 വീടുകളുണ്ട്. അതിൻ്റെ അമ്പലമാണത്. അമ്പലത്തിന് വേണ്ടി പ്രത്യേകം രജിസ്റ്റർ ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരു അമ്പലം പണിതിട്ടുള്ളത്. അവിടെ പ്രതിഷ്ഠാദിനം തോറ്റം കുറച്ച് നാളായിട്ടില്ല. അപ്പോൾ പ്രതിഷ്ഠാദിനം നടത്താറുണ്ട്, എല്ലാവരും മാസപൂജയും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം തൊട്ട് പറയണ്ടേ, എപ്പോഴായിട്ടാ നമ്മൾ കുറ്റി അടിച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലാവാനായിട്ട് 7 ദിവസമുള്ളൂ. 7 ദിവസമുള്ളൂ. ഫെബ്രുവരി 8 കുറ്റി അടിച്ചത്. ഫെബ്രുവരി 8 തീയതിയാണ് കുറ്റി അടിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വിത്തൗട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് പണി തുടങ്ങി. 6 മാസത്തിനുള്ളിൽ പണി കഴിച്ചു. കുറ്റി അടിച്ച് 2 ദിവസത്തിനുള്ളിൽ തറവാങ്ങി കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം പോലും മുടക്കുണ്ടായിട്ടില്ല. ഇടയ്ക്കോ 1-2 ദിവസം മുടക്കുണ്ടായിരുന്നത് പണിക്കാരുടെ ബുദ്ധിമുട്ട് കാരണം. ഞായറാഴ്ചകളിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. നാട്ടിൽ പോയി, പണിക്കാർ നാട്ടിൽ പോയി. മുഹറം വന്നപ്പോൾ നാട്ടിൽ പോയി. അങ്ങനെ 2-3 ദിവസം മാത്രമാണ് ആകെ, 4 ദിവസമാണ് ആകെ പണി ചെയ്യാണ്ടിരുന്നിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് സൺഡേ അടക്കം എല്ലാ ദിവസവും പണിയില്ലായിരുന്നു. ഞങ്ങൾക്ക് തുടങ്ങാൻ മാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ കേട്ടാ. തുടങ്ങി കഴിഞ്ഞപ്പോൾ അവസാനിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലേ. ശത പടയുന്ന കഴിഞ്ഞു. എങ്ങനെയുണ്ട് 6 മാസത്തെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിക്കട്ടെ. 6 മാസത്തെ ജീവിതം സെറ്റ് ആവാനായിട്ട് 2 മാസം എടുത്തുണ്ടാവും. അതല്ലേ, വേറെ ഏതോ വീട്ടിൽ നിന്ന് നടക്കണ പോലെ ആയിരുന്നു. വൈകുന്നേരം ഉറക്കൂല. ചേച്ചിക്ക് അങ്ങനെ തന്നെയാണെന്ന് വെച്ചേ. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ സെറ്റ് ആയി വന്നിട്ടുള്ളൂ. ഏട്ടാ ഈ ജനിച്ചത് എവിടെയാണോ? അല്ലല്ല, എനിക്കൊരു 5 വയസ്സുള്ളപ്പോഴാണ് ഈ വീട് പണിത്. 5-6 വയസ്സുണ്ടോ ഓർമ്മയുണ്ട്, ചെറിയ കുട്ടികൾക്ക് ഓർമ്മയുണ്ട്. എനിക്കൊരു 6-7 വയസ്സുണ്ടാവും. അതെനിക്ക് ഓർമ്മയുണ്ട്. വീട് പണിയുന്ന സമയം ഈ മണ്ണ് കുഴച്ച് കട്ട പിടിക്കലും
തെക്കുന്നാരൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ട്. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? നമ്മൾ തന്നെയാണ് വീടിന്റെ മണ്ണ് കുഴക്കൽ നമ്മുടെ ഭാഗ്യം പറഞ്ഞിട്ടില്ലേ? ഇന്ന് കുഴച്ചുണ്ടാക്കിയിട്ടുള്ള കട്ടകളാണെന്ന്. അതുകൊണ്ട് പഴയ വീടിന് നല്ലൊരു അധ്വാനത്തിന്റെ സ്മെല്ല് ഉണ്ടായിരുന്നു. ഈ വീടിന് ഇല്ല എന്നല്ല, ഇതിന്റെ ഉള്ളിൽ നമ്മൾ പഠിക്കാനും നിർത്തിയിട്ടല്ല. അത് അന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുണ്ടാവുക മിക്കതും നമ്മുടെ വീട്ടിൽ കാരണന്മാരാണ്. അപ്പൊ അമ്മ പോകുന്നവരമ്മ എപ്പോഴും പറയായിരുന്നു, കരഞ്ഞിട്ട് പറയായിരുന്നു അമ്മ, ദൈവമേ എന്തോരം പണി എടുത്തു നോക്കണു ഈ വീട് പണിയാന്ന്. പക്ഷെ അമ്മയുടെ മരണം ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിരുന്നു കേട്ടോ. അമ്മേനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ വീട് പണിതെന്നുണ്ടെങ്കിലും വീട് പണി കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ 19 ദിവസം സത്യം പറഞ്ഞാൽ അമ്മ ഇതിലേക്ക് വരിക എന്നുള്ളൊരു നിമിത്തം മാത്രമാണ്. അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിലൊരു 10 ദിവസം കിടക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അമ്മ പോകുന്നു പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായില്ല. വയ്യായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു, വേറെ കുറച്ച് ഈ ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ലങ്സിലത്തെ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മരിക്കാനുള്ളൊരു പിന്നെ സമയമാകുമ്പോൾ നമ്മളും പോകുമല്ലോ. അതുപോലെ തന്നെ അമ്മയും പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഷോക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് വന്നു. പിന്നെ പുതിയ വീട്, പുതിയ ചുറ്റുപാടോ ഒക്കെ ആയപ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെയ്താണുണ്ടായത്. പിന്നെ അമ്മയ്ക്ക് 18-19 ദിവസമല്ലേ ഉണ്ണിയെ, 19 ദിവസമെങ്കിലും ഇതില് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. പക്ഷെ അമ്മക്ക് 19 ദിവസം ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞാലും ഈ വീട് അമ്മ മരിച്ചതിന് ശേഷം പൊളിച്ചു പണിതാൽ മതി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വാശിയായിരുന്നു. അമ്മക്ക് വീട് പൊളിച്ചു പണിയാൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അമ്മാണ് ശരിക്കും പഴയ വീട് പണിയാനായിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടാണത്. അത് അമ്മേനെയും ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടാ. മണ്ണമ്പെട്ടത്ത് ആ വീട് പൊളിക്കണ കാര്യം ഇപ്പോഴും എനിക്കും അച്ഛനും ഇഷ്ടമല്ല. കാരണം അതിന്റെ പിന്നിൽ അത്ര കഷ്ടപ്പാടുണ്ടേ. അത് തന്നെയാണ് അമ്മയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഞാനിവിടെ വരുമ്പോഴേ ഓട്ട് കമ്പനി പണിക്ക് പോയിട്ട് വന്നിട്ടാണ് കട്ട പിടിക്കാറ് അത്ര. അതായത് ഈ പിള്ളേരൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആയിരോട്ട് പറയണല്ലോ. അച്ഛൻ്റെ അമ്മ, സിന്ധു ചേച്ചി, ഏട്ടായി, സിജി ചേച്ചി, സിനാപ്പു, ഇവർ 5 ആളാണ് കുടുംബം എന്ന് പറയുന്നത്. അച്ഛൻ അച്ഛൻ്റെ ഇല്ല അല്ല ഏട്ടാ, അവർ തറവാട്ടിലായിരുന്നു. ഞാൻ പറയില്ല, ഇവിടെ എല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ കട്ടയിൽ മൊത്തം ഏട്ടൻ്റെ നമ്മുടെ വീട്, പിന്നെ പാപ്പന്മാരുടെ വീട്, വലിച്ചന്മാരുടെ വീട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇവരവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നിട്ടൊക്കെയാണ് അമ്മ ആക്കിയിട്ടൊക്കെയാണ് പണിക്ക് പോകാറുള്ളത്. പിന്നെ സിന്ധു ചേച്ചിയുടെ അടുത്ത്, ഏറ്റവും മൂത്ത ചേച്ചിയുടെ സിന്ധു ചേച്ചിയുടെ അടുത്ത് ആക്കിയിട്ട് പോവും. ഏട്ടനെ ഇവിടെ പിന്നെ അയൽപ്പക്കാരായിട്ട് ബന്ധുക്കളുള്ള കാരണം കൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇവർ വളർന്നിട്ടുള്ളത്. അപ്പം അമ്മ പറയാറുണ്ട്, പണി കഴിഞ്ഞ് വന്നിട്ടാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അമ്മ പറഞ്ഞിട്ടുണ്ട് വീടുണ്ടാക്കിയാൽ. അപ്പോൾ നമ്മുടെ മാത്രം കഥയല്ല, ഒരുവിധം എല്ലാ സാധാരണക്കാരുടെ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അമ്മയ്ക്കായിരുന്നു വീട് പൊളിക്കണ്ടെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്നാണ് ഏട്ടൻ പറഞ്ഞത്. പക്ഷെ അച്ഛൻ അങ്ങനെയായിരുന്നില്ല അല്ലേട്ടാ. അച്ഛന് വീട് പണിയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അമ്മ പറയുന്നില്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളെ ഈ പിള്ളേരെയും കൊണ്ട് വാടകയ്ക്ക് നടന്നിട്ടേ പല സ്ഥലങ്ങളിലേക്ക് വാടകയ്ക്ക് നടന്നിട്ട് ഇപ്പോൾ വീട് പണിയാൻ തീരുമാനമെടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ വാടക വീട്ടിലത്തെ ആ ചെക്കൻ്റെ തലമ കല്ലുകൊണ്ട് കുത്തി പൊട്ടിച്ചു തന്നു. അപ്പോഴാണ് അവിടെ നിന്ന് പോന്നെ നമുക്കിവിടെ വീട് വയ്ക്കണം എന്നുള്ള വാശിയും വന്നിട്ട് ഇവിടെ വീട് പണിക്കുള്ള കാര്യങ്ങൾ സ്ഥലം വാങ്ങിക്കൽ. അച്ഛൻ്റെ വലിച്ചെണ്ണാണ് തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളത്. അച്ഛൻ്റെ വലിച്ചൻ്റെ നിന്നാണ് ഈ സ്ഥലം വാങ്ങിച്ചത്. ഏറ്റവും ബാക്കിൽ നമ്മുടെ മടയിൻ്റെ ആണെന്നില്ലേ, വെട്ടുകല്ലാണ് നമ്മുടെ അവിടെ. ഈ സ്ഥലം ഫുള്ളും ഏകദേശം വെട്ടുകല്ല. അപ്പോൾ ബാക്കിൽ വെട്ടുകല്ല് വെട്ടിയ ഒരു കുഴി ഉണ്ടായിരുന്നു, ഒരു മടയുണ്ടായിരുന്നു. അതിൽ നിന്ന് കല്ല് വെട്ടിയിട്ടാണ് ഈ കോർണറുകളൊക്കെ അന്ന് വെച്ചിട്ടുള്ളത്. കോടി മാത്രമാണ് കല്ലില് പണിയുള്ളൂ, കോർണറുകൾ കംപ്ലീറ്റ് വെട്ടുകല്ലില്. പിന്നെയൊക്കെ കട്ട പിടിച്ചു. ഇവിടെ ഉള്ളവർ ഫുള്ള് അമ്മായിമാരും തൊട്ടപ്പുറത്തുള്ള വലിച്ചൻ്റെ മക്കളും എല്ലാവരും മണ്ണ് കുഴക്കിലും കട്ട പിടിച്ചിട്ടുണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ. അന്ന് പണിക്കാരെ വിളിക്കലൊന്നുമില്ലല്ലോ, എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വീട് അങ്ങോട്ട് പണിത അവസ്ഥ. നല്ല വീടായിരുന്നു. എൽ മോഡൽ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് നല്ല വീട് തന്നെയായിരുന്നു. അതില് 3 റൂം ഉണ്ടായിരുന്നു. നമ്മള് സുജാനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ തന്നെ നല്ല വീട്, വീടിന്റെ അതൊരു പൊട്ടായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നല്ലൊരു വീട്, ഒരു എൽ മോഡൽ വീട്. ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. 20 കൊല്ലം മുമ്പാണ്. 20 കൊല്ലം മുമ്പ് നോക്കുമ്പോ ഇപ്പൊ ഈ വരിയിൽ നോക്കുമ്പോഴായാലും അത്യാവശ്യം നല്ല വീട് തന്നെയാ. അപ്പൊ അങ്ങനെ പിന്നീട് വന്നപ്പോ പിന്നെ അത് കുറെ കൊല്ലത്തെ പഴക്കമൊക്കെ ആയില്ലേ. അപ്പൊ പിന്നെ ചെതലും കാര്യങ്ങളും ചോർച്ചയും ഒക്കെ ആയി. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ അമ്മയ്ക്കും ഉണ്ടായിട്ടാ. എന്നോട് ലാസ്റ്റ് ആയപ്പോൾ പറഞ്ഞു, കണ്ട മോളെ ഇവിടെയൊക്കെ ചോര, ആകെ ചോരുണ്ട്, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ വെള്ളം ഉള്ളിൽ തന്നെയാ എന്ന് പറഞ്ഞു ആള്. അപ്പോൾ ആൾക്കൊരു ഇതുണ്ടായിരുന്നു, ഇത് പൊളിച്ച് പണിതങ്ങിയെന്ന് ഉണ്ടായിരുന്നു. നമുക്ക് മൂല്യം കാണിച്ചെന്ന് തോന്നുന്നു വീടിന്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ പണ്ട് നമ്മൾ ഷെയർ ചെയ്തിട്ട് പല വ്ളോഗുകളിലും ചേച്ചിയുടെ വീട്ടിലേക്ക് അത് മേടിക്കാൻ പോകണു, ഇത് മേടിക്കാൻ പോകണു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വ്ളോഗുകളുടെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടുന്ന് എങ്ങനെ എന്തൊക്കെ മേടിച്ചു അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വർഗം. അപ്പോൾ വേറെന്താ പറയുള്ള, ആർക്കെങ്കിലും എന്തെങ്കിലും? അമ്മായി
നമുക്കൊന്നും പറയാനില്ല. പിന്നെ മോനെല്ലാം അങ്ങനെ പറഞ്ഞ് കാണിച്ചത് വീട് പണി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ബഡ്ജറ്റിൻ്റെ കാര്യമായാലും പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് ഈ ഒരു ഐഡിയയിലേക്കൊക്കെ എത്താനായിട്ടേ മോൻ കുറേ വീടുകളൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഓരോന്നും കണ്ടിട്ട് അതിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് പോവും വേണ്ടേ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ കുറവുള്ളവർക്കായാലും ചെയ്തെടുക്കാനുള്ള രീതികളും കാര്യങ്ങളൊക്കെയാണ് ആളതാണ് അത്ര വിശദീകരിച്ചിരിക്കുന്നത്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അന്ന് നല്ല സ്റ്റാൻഡേർഡിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും നമ്മളിപ്പോൾ ടൈൽ എടുത്തിരിക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കജാരിയുടെ ടൈലുമൊക്കെയാണ് എടുത്തിരിക്കുന്നത്. വേറെ പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വേണമെന്ന് തോന്നുന്നു. ഇപ്പം ടൈലൊന്നും നമ്മളൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലുകളിലൊന്നും അങ്ങനെ നമ്മൾ വാതിലായാലും അതൊക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് ഇനി ഇതൊന്നും ഒരു കൈവയ്ക്കലില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ അതൊക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സ്വപ്നം ഇങ്ങനെ യാഥാർത്ഥ്യമായിട്ട് ഇപ്പം അതിൽ 6 മാസമായി. ഇപ്പോഴും പറയാം എൻ്റെ മക്കള് അതൊരു സ്വപ്നം പോലെ ആയിരുന്നില്ല അമ്മയെന്ന് പറയാറുണ്ട്. ഇപ്പോഴും അതങ്ങോട്ട് ഇതായിട്ടില്ല. അത് നമ്മളുടെ ദൈവത്തിൻ്റെ ഒക്കെ പിന്നെ എല്ലാവരുടെയും ഒരു അനുഗ്രഹം അങ്ങനെ എത്തിപ്പെട്ടു. അയ്യോ വൈകുന്നേരത്തെ വ്യൂ കാണിച്ചു തന്നില്ലല്ലോ എന്ന് ഞാൻ പിന്നെയാണ് ഓർത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് വൈകുന്നേരത്തെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ഹോം ടൂർ വീഡിയോ അതാ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. പേരുകൾ എടുത്തു പറയുമ്പോൾ ചിലപ്പോൾ വല്ലവരുടെയും പേര് വിട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതങ്ങനെ ഒതുക്കി കൂട്ടിയത് കേട്ടോ. ഒരുപാട് പേര് ഓരോ അപ്ഡേഷൻസും ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ വീട് എന്തായി ശ്രീജ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഫൈനലി അങ്ങനെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കണേ. എല്ലാവർക്കും ടാറ്റാ, അടുത്ത വീഡിയോയിൽ കാണാം പുതിയ വിശേഷങ്ങളായിട്ട്.